ആന്റണി, ശരിക്കും ഈ കൂട്ടത്തിൽ ആരാണ് നായകൻ? അതിന് കഥ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ സാറേ. ആ സമയത്ത് കോടതി അവധിയിലായിരുന്നു 3 ദിവസത്തേക്ക്. അതുകൊണ്ടാണ് വിശ്വനെ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കിയത്. സഖാക്കൾ, വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ നാടിൻ്റെ പുരോഗതിക്ക് കടുത്ത വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത്. ഇതിനെതിരെയുള്ള രാഷ്ട്രീയ സമവായം രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരം ഛിദ്രശക്തികളെ നേരിടേണ്ടത് ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് ആശയങ്ങൾ കൊണ്ടാണെന്ന് നമ്മുടെ തലമുറ നിർബന്ധമായും തിരിച്ചറിയേണ്ടതുണ്ട്. കലാപങ്ങളിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിടുന്ന വർഗീയ ശക്തികളുടെ ഇടപെടലുകൾ വളരെ വലുതുമാണ്. ഇത്തരം പിന്തിരിപ്പൻ ശക്തികളുടെ ഗൂഢാലോചനയ്ക്ക് ചട്ടുകമായി മാറാതിരിക്കാൻ നമ്മൾ യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നഗര സംസ്കാരത്തിന്റെ മാത്രമെന്ന് നാം കരുതി പോന്നിരുന്ന ഗുണ്ടാ ലഹരി മരുന്ന് മാഫിയകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും കൂണുകൾ പോലെ മുളച്ചു പൊന്തിയെന്നുള്ളതാണ്. ഇതിനെതിരെ പാർട്ടിയുടെ പോരാട്ടങ്ങൾ ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഏവർക്കും എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. ലാൽ സലാം. സഖാവ് വിഷ്ണു പ്രസ്താവിച്ചതുപോലെ വർഗീയ ശക്തികൾക്കെതിരെ പ്രത്യയശാസ്ത്രപരമായി പോരാടാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. മാത്രമല്ല, ലഹരി മാഫിയക്കെതിരെ ഇന്ന് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ മുഖ്യ അജണ്ടയായി കണ്ട് നാം ഓരോരുത്തരും അരയും തലയും മുറുക്കി ജാഗരൂകരാകേണ്ടതുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇതോടുകൂടി യോഗ നടപടികൾ സമാപിച്ചിരിക്കുന്നു. ലാൽ സലാം. വർഗീയ ചേരിതിരിവിനെ കുറിച്ച് വിഷ്ണു സഖാവ് പറഞ്ഞതൊക്കെ താത്വികമായി ശരി തന്നെയാണ്. പക്ഷേ സഖാവ് ഹക്കീമിന്റെ മകളെയും സഖാവിനെയും ചേർത്ത് ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. റഹ്മത്തിനെ കുറിച്ചാണ് സഖാവ് പറഞ്ഞതെങ്കിൽ അത് സത്യം തന്നെ. ഞങ്ങൾ പരസ്പരം പ്രണയത്തിലാണ്. അപ്പൊ പിന്നെ സഖാവിന് വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്താ ബന്ധം? 2 മതത്തിൽപ്പെട്ട നിങ്ങളുടെ ബന്ധം നാട്ടിൽ മതവിദ്വേഷം സൃഷ്ടിക്കില്ലേ? വിഡിത്തം പറയാതെ രാഘവ സഖാവേ, മതം മനുഷ്യനെ വായിക്കുന്ന കറുപ്പാണെന്ന് കാറൽ മാർക്സ് പണ്ടേ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ മതം, എന്റെയും റഹ്മത്തിന്റെയും മതം, അത് കമ്മ്യൂണിസമാണ്. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും സഖാവ്. എന്താണ് ചാവാൻ നടക്കാനാണ് നാട്ടുകൂട്ടുകള് നിന്റെ പന്ത് കളി. വിദ്യാഭ്യാസം സിന്ദാബാദ്, സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, വിദ്യാഭ്യാസം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, എസ്എഫ്ഐ സിന്ദാബാദ്. സ്കൂൾ കുട്ടികളെ കയറ്റാൻ പറ്റില്ലെങ്കിലേ നീയൊന്നും ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കണ്ട. അത് പറയാൻ നീ ആരാണടി? ഈ ഞാനുള്ള കണ്ടിട്ടാണോ നീ കിടന്ന് വിദ്യാർത്ഥികൾ ആരാണെന്ന് നിനക്ക് അറിയണോടാ? വിദ്യാഭ്യാസം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, നിങ്ങൾ കേരള മക്കളെ